അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി JP യൂണിവേഴ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരുപാട് ആലോചിച്ചു ഒരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന്. ഈ ഒരു വിഷയം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ പവർ ഓഫ് ലെറ്റ് ഇൻ ഗോ. ലെറ്റ് ഇൻ ഗോ രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് അതില്. അപ്പോ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം പല ആളുകൾക്കും എന്താണ് ലെറ്റ് ഇൻ ഗോ എന്നുള്ള അറിയില്ല. അപ്പോ അത് നോക്കാം. ലെറ്റ് ഇൻ ഗോ ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്. ലെറ്റ് ഇൻ ഗോ ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്. കാരണം നമ്മളെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഒരെണ്ണല്ല, ഒരുപാടുണ്ടല്ലേ. ഒരുപാട് പണം നേടുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിന്റെ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കലായിരിക്കാം, നല്ല ഹെൽത്ത് ഉണ്ടാക്കലായിരിക്കാം, ജോലി വാങ്ങിക്കലായിരിക്കാം, ബിസിനസ് ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഏറ്റവും പവർഫുൾ ആയ കാര്യം ട്രസ്റ്റ്. നിങ്ങൾ എല്ലാവരും ബൈബിൾ കണ്ടിട്ടുണ്ടല്ലോ. ബൈബിളിൽ ഒരു വചനമുണ്ട്, വിശ്വാസത്തോടെ നിങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് മത്തായി 21:22 തോന്നുന്നുണ്ട്. അപ്പോ നമുക്ക് തുടങ്ങാം. ഇറ്റ്സ് റിയൽ. ആ ബൈബിളിൽ അന്നും അത് എഴുതിയിട്ടുണ്ട് ആ സംഭവം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം, ഈ ഒരു മെത്തേഡ്, ഈ വിശ്വാസം, ട്രസ്റ്റ്, ബിലീഫ് ഇൻ യൂണിവേഴ്സ്. കാരണം നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കില്ല. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. നിങ്ങളിപ്പോ 333 ടെക്നിക്ക് ചെയ്തു, 555 ടെക്നിക്ക് ചെയ്തു, വാട്ടർ ടെക്നിക്ക് ചെയ്തു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവും ഇല്ല. ഒരുപാട് കളിച്ചുണ്ട്, മാറ്റമൊന്നുമില്ല സാറേ, മാറ്റമൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു കുറെ ദിവസം. പക്ഷേ ഇത് മാറണമെങ്കിൽ, ഈ ആഗ്രഹം നടക്കണമെങ്കിൽ ട്രസ്റ്റ്. വേറെ ഒരു മാർഗമല്ല. നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ മാർഗമൊക്കെ ചെയ്യുന്ന അറിയോ? ഈ 555 ടെക്നിക്കും മെഡിറ്റേഷനും ഇതൊക്കെ ചെയ്യുന്നതിനെ അറിയോ? ട്രസ്റ്റ്. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം പതിയണം. മനസ്സാണ് ദൈവം എന്ന് പറയില്ല നമ്മള്. ആ മനസ്സിലേക്ക് ഒരു കാര്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ കാര്യം അവിടെ പതിയണം. പതിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യം ചെയ്യണം. അപ്പോ ഈ പറഞ്ഞ ലെറ്റ് ഇൻ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആഗ്രഹം ചെയ്തു, എഴുതിക്കഴിഞ്ഞു, അവിടെ നിന്ന് നിങ്ങൾ ആ കാര്യം വിട്ടുകളയുക. പിന്നെ ആ കാര്യത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മൾ ചെയ്തു, ഇനി അത് യൂണിവേഴ്സിറ്റി കയ്യിലാണ്. യൂണിവേഴ്സ് ഭംഗിയാ നോക്കിക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്താണോ അത് നോക്കുക. അല്ലാണ്ട് ഇത് കിട്ടുമോ, ഇത് വരുമോ, ഇത് വരില്ലേ, ഞാൻ ചെയ്തൊക്കെ വെറുതെ ആകുമോ, ആ ചിന്തയെ നമ്മൾ മാറ്റുക. അത് എത്രത്തോളം വരുന്നുവോ അത്രത്തോളം ആഗ്രഹം അകന്നകന്ന് പോകത്തേ ഉള്ളൂ. സോ നിങ്ങളുടെ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കാമാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുള്ളൂ. അപ്പോ ട്രസ്റ്റ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് ഇൻ ഗോ വേറെ ഉണ്ടെന്ന്. ലെറ്റ് ഇൻ ഗോ വേറെ ലെറ്റ് ഇൻ ഗോ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ഷമ, ഫോർഗിവ്നെസ്. നമ്മൾക്ക് ആരോടെങ്കിലും അല്ലെങ്കിൽ സ്വയമായിട്ട് പോലും എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തലോ കുറ്റബോധമോ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. മറ്റുള്ളവരുടെ ക്ഷമ ചോദിക്കുക. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ഇങ്ങനെ പറയാം, ഡിയർ യൂണിവേഴ്സ്, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ തെറ്റായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുന്നു, പ്ലീസ് ഫോർഗീവ് എന്ന് പറയുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പ്യൂറായി മാറും. ഈ മനസ്സ് പ്യൂർ ആകുമ്പോണ്ടല്ലോ ആഗ്രഹിച്ചേക്കില്ലേ പെട്ടെന്ന് വരും. ഞാൻ എപ്പോഴും പറയേണ്ട കാര്യം, മനസ്സ് പ്യൂറാക്കുക. മനസ്സ് പ്യൂറാക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ കൊച്ചുങ്ങളുടെ മനസ്സ്, ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്ന കൊച്ചുങ്ങളുടെ മനസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ആക്കുക. ഞാൻ കഥ പറയാം. എന്റെ വീട്ടില് ഒരു പ്ലാവ് ഉണ്ട്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഒരു ചക്ക ഉണ്ട്. അങ്ങനെ ആ ചക്ക ചെറിയ ചക്ക ഉണ്ട്, ചെറുതായിരുന്നു. ആ ചക്ക ഞങ്ങൾ വളരെ അനുവദിച്ചില്ല, അപ്പോഴേക്കും പൊട്ടിച്ചിട്ട് ആ ചക്കയെ കൊണ്ടിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലമില്ലേ അവിടെ കൊണ്ടുപോയിട്ട് ഭഗവാന് അത് കൊടുത്തു. അങ്ങനെ ഈ വർഷം ആ പ്ലാവില് ഒരുപാട് ചക്ക ഉണ്ടായി. ഇന്ന് ഞങ്ങളുടെ ഒരെണ്ണം കഴിച്ചു. ഓക്കെ, അതൊരു മിറാക്കിളാവും അല്ലെങ്കിൽ ഒരു ലോജിക്കലി ആകാം. ഓക്കെ, അതും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോ നമ്മളുടെ ട്രസ്റ്റ്, കാരണം നമ്മളവിടെ സംശയിച്ചില്ല, ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടില്ല, നടക്കും.
നടക്കും, ഉറപ്പാക്കും. കാരണം ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം അവിടെ നടക്കും. അവിടെ പോയിട്ട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് അതൊക്കെ നടക്കാറുണ്ട്. ഇവിടെ ഉള്ള മിക്ക ആൾക്കാർക്കും നടക്കാറുണ്ട് അവിടെ പോയി വരുമ്പോഴൊക്കെ. അതൊരു എന്തോ ഒരു മിറാക്കിൾ ഉണ്ട് അവിടെ. നമ്മുടെ പോറാണ് അതൊക്കെ. അതൊക്കെ നമുക്കറിയാലോ. പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്. അവിടെ എന്താ പോയത്, അവിടെ എന്താ നമുക്ക് കൊടുത്തത് ഇമോഷൻ. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ വിശ്വസിച്ചു. എനിക്ക് ഡൗട്ടില്ല, ഇപ്പം ഡൗട്ടില്ല. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവിടെ പോയാൽ അവിടെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്താ എന്റെ വേലക്കാരൻ്റെ അവിടെ പോകുമ്പോഴൊക്കെ അപ്പോൾ നീ വീണ്ടും വിശ്വസിച്ച് നടന്നുകൊണ്ടിരിക്കുക പിന്നെ. സോ നമുക്ക് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. അതുകൊണ്ട് നിങ്ങളെ പറയേണ്ടത് അതാണ്. നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്തിട്ടൊരു, നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് കണ്ടു, പൈസ കുറെ ചെലവാക്കി, ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തു, മാനിഫെസ്റ്റേഷൻ ചെയ്തു, ഒരുപാട് ട്രിക്കുകൾ ചെയ്തു. പക്ഷെ ഒരു കാര്യം വർക്കായില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. സ്റ്റോപ്പ്. സംശയങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ബിലീഫ് കൊണ്ടുവരിക. ബിലീഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് ചാൻസുകൾ, പല ചാൻസും നിങ്ങളുടെ കയ്യിലുണ്ടോ. ഇതെല്ലാം മിസ്സായി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും കാരണം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് നോക്കരുത്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സോ ദൈവമോ നിങ്ങളോ ആരാണ് ട്രസ്റ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് സൂമില് രാവിലെ 6 മണിക്കാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ നമ്മൾ ലിങ്ക് നയിക്കാം ഗ്രൂപ്പിന്റെ, അതിൽ ജോയിൻ ചെയ്യാം. അതിലെല്ലാവർക്കും നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നേക്കും. പിന്നെ പുതിയതായിട്ട് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.